ഹലോ, ഇതാണ് എൻ്റെ സ്നേഹമുള്ള ചേച്ചി. ഞാൻ അവളുണ്ടല്ലോ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും റെഡിയാണ്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു രണ്ടും കൂടി എവിടെയെങ്കിലും പൊക്കുമെന്ന്. അങ്ങനെ അങ്ങനെ രണ്ടിനും കൂടി ഇറങ്ങിയതാണ്. ഇത് വേറെ എവിടെയല്ല കേട്ടാ, നമ്മുടെ തൃശ്ശൂർ പുള്ള തന്നെയാണ്. ഈവനിങ് ഈ പാടത്തൊക്കെ വന്ന് നിൽക്കുമ്പോൾ നല്ല രസമുണ്ടാ. പിന്നെ ഞാനും ചേച്ചി അങ്ങ് തുടങ്ങി തല്ലുപിടുത്തം. കുറച്ച് നേരം അവിടെ നിന്ന് തല്ലുപിടിച്ച്, പിന്നെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ പെഡൽ ബോട്ടും കൊട്ടവഞ്ചിയും പിന്നെ കയാക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കയാക്കിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞൊതുക്കി കൊട്ടവഞ്ചി ആക്കിയതാ. ചേച്ചിക്ക് അങ്ങനെ ഭയങ്കര പേടിയായിരുന്നു കയറാനായിട്ട്. പിന്നെ ആളുടെ പേടിയൊക്കെ മാറിയിട്ടോ, ആൾ പിന്നെ കൂളായിട്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ടത് ആസ്വദിച്ചിരുന്ന് ഇരിക്കാറ്. സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അപ്പോൾ പിന്നെ കമ്പനി കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് കൂടെ കയാക്കിങ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് പേരൊക്കെ പോകണ്ടായിരുന്നു. എനിക്കിതായിരുന്നു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ കൊട്ടവഞ്ചി നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. ഇടയ്ക്കൊക്കെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മൈൻഡൊക്കെ ഒരു റിഫ്രഷ് ആവണ പോലെ ഫീൽ ചെയ്യും. ഇപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഭയങ്കര റിഫ്രഷ് ആണല്ലോ, പക്ഷെ അതല്ല കേട്ടോ. അത് അപ്പൂപ്പം പിടിച്ച് കറക്കണതാണ്. കയറാനാവുമ്പേ കുറച്ച് നേരം പിടിച്ച് കറക്കും. എനിക്ക് അങ്ങ് അതിലൊന്നും തല ഇറങ്ങിയിട്ടും പാടില്ല. അവസാനം ഞങ്ങളെ കൊണ്ട് ഇറക്കിയിട്ട ആള്. അപ്പോൾ പുള്ളിയിൽക്കൊക്കെ ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വരണമെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. അടിപൊളിയാണ് ഇതൊക്കെ. എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് വന്നപ്പോൾ ഒരു താമരപ്പാട്ടുണ്ടായിരുന്നു. താമരയൊക്കെ അപ്പുറത്തെ സൈഡിലായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊന്നും എനിക്ക് കിട്ടിയില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ താമരമുട്ടുകളെ കൊണ്ട് നിറക്കണ്ടായിരുന്നു. അത് കുറച്ച് നേരം നോക്കി. നമ്മളെ സ്വന്തം കൂടെപ്പുറപ്പായിട്ടൊക്കെ ഇതേപോലെ ഒഴിവ് സമയത്തൊക്കെ ഇതേപോലെ സ്ഥലത്തൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേകതരം സമാധാനം തന്നെയാണ്.